നമസ്കാരം. മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അനുനയ ശ്രമത്തിനും വഴങ്ങാതെ PM ശ്രീയിൽ CPI കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുന്നു. ഉന്നയിച്ച വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. തുറന്നു പറഞ്ഞില്ലെങ്കിലും മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ PM ശ്രീയുടെ പേരിൽ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് CPI. ഉഭയകക്ഷി ചർച്ചകൾ തുടരാൻ ധാരണയുണ്ടെങ്കിലും CPIയുടെ കടുത്ത നിലപാട് ഇടതു മുന്നണിക്ക് ഊരാക്കുടുക്കാകില്ലേ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിൽ നിന്ന് ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJPയിൽ നിന്ന് ശ്രീ P ശ്യാംരാജ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ NP ചെക്കുട്ടി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ശ്രീ VK സനോജ്, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി CPI ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഈ PM ശ്രീയിൽ ഒപ്പിട്ട ആ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാതെ, നിലപാടിൽ മാറ്റം വരുത്താതെ ഞങ്ങൾ അയയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അനുനയ ശ്രമത്തിലും CPI വഴങ്ങിയിട്ടില്ല. ഇതുപോലെ 2017 തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് വഴിവെച്ചതും CPIയുടെ കടുത്ത നിലപാടായിരുന്നു. അന്നും മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നുകൊണ്ടുള്ള പ്രതിഷേധം CPI സ്വീകരിച്ചു. ഇനിയിപ്പോൾ CPMനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുന്നിലുള്ള മാർഗം? CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നാണ്. 4 മന്ത്രിമാർ ആ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഇത് ഇടതുമുന്നണിക്ക് ഒരു സങ്കീർണ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയല്ലേ ഇടതുമുന്നണിയിൽ? എന്ത് പോംവഴിയാണ് ഇനിയുള്ളത്? ഇതത്ര വലിയ സങ്കീർണമായ സാഹചര്യമൊന്നുമല്ല. സാധാരണ നിലയിൽ ഒരു മുന്നണിയാവുമ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉഭയകക്ഷി ചർച്ചകളും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ചർച്ച പരാജയപ്പെടും, വീണ്ടും ചർച്ച ചെയ്യും, ആ കാര്യങ്ങൾ പരിഹരിക്കും. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ കാണാറുള്ളത്. ഇപ്പം കുറേയായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറവാണ്. സാധാരണ നിലയിൽ ഒരു മുന്നണി സംവിധാനത്തിൽ വ്യത്യസ്തമായ പാർട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇതെല്ലാം പതിവാണ്. അതുകൊണ്ട് ഇത് ആകെ CPIയും CPM തമ്മിൽ വലിയ പ്രശ്നത്തിലേക്ക് പോയി. LDF ഇതാ തകരാൻ വേണ്ടി പോവുകയാണ്, മന്ത്രിമാരൊക്കെ രാജിവെക്കാൻ വേണ്ടി പോവുകയാണ് എന്നതെല്ലാം ചില ആളുകളുടെ ആഗ്രഹം മാത്രമാണ്. CPIയും CPM തമ്മിലുള്ള ബന്ധം ദൃഢമായി തന്നെ പോവും. ഇപ്പോൾ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ടുള്ള അഭിപ്രായ പ്രശ്നങ്ങൾ, CPIക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നങ്ങൾ, അത് സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല ശ്രീ VK സനോജ്, ഞാൻ ചോദിക്കാൻ കാരണം മുൻപ് തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ഇതുപോലെ കത്ത് നൽകി മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി വളരെ രോഷത്തോടെ പ്രതികരിച്ച് പറഞ്ഞത് ഒരു അസാധാരണ സംഭവമാണെന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതൊരു സാധാരണ കാര്യം മാത്രമാണെന്ന് പറയുമ്പോൾ മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് CPI മന്ത്രിമാർ തീരുമാനിച്ചാൽ അതിനെ സാധാരണ സംഭവമായിട്ടാണോ താങ്കൾ കാണുക? അല്ല, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് CPI പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രഖ്യാപിച്ചിട്ടില്ല. തീരുമാനം അവർ ഉടനെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എവിടെന്നാ ഈ തീരുമാനം പറയുന്നത്? അവർ പറയാത്ത ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അങ്ങനെ തീരുമാനം ഉണ്ടായാൽ? അല്ല, ഉണ്ടായാലല്ലേ അത് നമുക്ക് അപ്പൊ പറയേണ്ട കാര്യമില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ സനോജ്, ഇപ്പൊ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലോ. ഞങ്ങൾ ഉന്നയിച്ച വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഇനി ചർച്ചയില്ലാന്ന് ബിനോയ് വിശ്വം പറഞ്ഞോ? എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞോ ചർച്ചയെല്ലാം അവസാനിച്ചു, എല്ലാം വഴിമുട്ടി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2 വ്യത്യസ്ത പാർട്ടികളാണ് ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി പോവുകയാണ്. ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണ്, പിന്നെ ഒറ്റ പാർട്ടി പോലെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഇല്ലെന്ന് ഇപ്പം ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അല്ലല്ലോ VK സനോജ്, വ്യത്യസ്ത അഭിപ്രായം അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന 4 മന്ത്രിമാർ അറിയാതെ തീരുമാനം എടുത്തു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. വ്യത്യസ്തമായ അഭിപ്രായമല്ല, സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തം സംബന്ധിച്ച പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമാണ്. അങ്ങനെ ആ മുന്നണിക്കും ആ മന്ത്രിമാർക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കും, ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തും എന്നല്ല ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല, എല്ലാം തകർന്നിരിക്കുന്നു, CPIയുടെ മന്ത്രിമാർ ഇനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ നിങ്ങളിങ്ങനെ വ്യാഖ്യാനിച്ച് ചർച്ച നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കുഴപ്പമുണ്ടാവില്ല, എല്ലാം ഭംഗിയായി പോവും, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഉണ്ടായിട്ടുള്ള ചർച്ച അവസാനത്തെ ചർച്ചയല്ല, ഈ ചർച്ച തുടങ്ങിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കേൾക്കും, പരിഹരിക്കും.
ഞങ്ങൾക്ക് ആ സംബന്ധിച്ച് ആശങ്കയില്ല. അല്ല നല്ല ദൃഢമായി തന്നെ അല്ല കാര്യങ്ങൾ ശ്രീ വി കെ സനോജ്, പ്രശ്നം പരിഹരിക്കുമെന്ന താങ്കളുടെ ശുഭാപ്തി വിശ്വാസം നല്ലത് തന്നെ. പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞ കാര്യവും ശരി തന്നെ. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന്. രണ്ട്, പ്രശ്നം പരിഹരിക്കാൻ ഒരു കാരണം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനോട് വഴങ്ങാൻ ഈ നേതൃത്വം തയ്യാറാകണം. അതുണ്ടാകില്ല എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് CPIയുടെ ദേശീയ നേതൃത്വം. ഞങ്ങൾ ഈ പദ്ധതിക്കെതിരാണ്, ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത് പോംവഴി എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ആ ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നം പരിഹരിച്ചു എന്ന് ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. പിന്നെ ആ ഉഭയകക്ഷി ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്ന് നിങ്ങളാരും ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. ഏത് കാര്യത്തിൽ തട്ടിയിട്ടാണ് ചർച്ച മുടങ്ങിപ്പോയത്, എന്താണ് അതിനകത്ത് ഇനി ചെയ്യാൻ വേണ്ടി കഴിയുക, അതൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത ആൾക്കല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ അറിവില്ല. നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ വ്യാഖ്യാനിക്കുന്ന അറിവുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന അറിവുകളെ മുൻനിർത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. ഇത് മന്ത്രിസഭാ യോഗം പോലെ തന്നെ വളരെ രഹസ്യമായി നടന്ന ചർച്ചയാണ്. അതിന്റെ വിശദാംശങ്ങൾ ആരും പുറത്തു പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചർച്ച ചെയ്ത വിഷയം പരിഹരിച്ചിട്ടില്ല, ഇനിയും ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ? അല്ല, അങ്ങനെ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നുകൂടിയാണ്. ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങണം എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നു. ആ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിനകത്ത് എന്താണ് CPMന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ CPIയുടെ ഭാഗമായിട്ട് മറ്റ് മന്ത്രിമാർ എന്താണ് ഇവിടെ പറഞ്ഞത്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താണ് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ ഇപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴുള്ള കാര്യം എന്താണ്? ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രശ്നങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചർച്ച നടക്കുന്നു എന്നും പറയുന്നുണ്ട്. ചർച്ച അവസാനത്തെ ചർച്ചയാണ്, ഇനി ചർച്ചയില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. അവരിത് സംബന്ധിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിനിടയിൽ നമ്മളൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ തകരാൻ വേണ്ടി പോകുന്നു, CPIയുടെ മന്ത്രിമാർ പിൻവലിക്കാൻ പോകുന്നു, CPI മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാൻ വേണ്ടി പോകുന്നതെല്ലാം നമ്മുടെ വ്യാഖ്യാനമാണ്. അപ്പം അങ്ങനെ വ്യാഖ്യാനിച്ച് പോവേണ്ടതില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ശ്രീ വി കെ സനോജ്. അങ്ങനെ കേവലമായിട്ടുള്ള വിയോജിപ്പും അതൃപ്തിയുമല്ല. ഞങ്ങൾ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എടുത്തതെന്ന് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള 4 മന്ത്രിമാർ GR അനിലിനെ പോലുള്ളവർ പരസ്യമായി പറയുകയാണ്. ഇന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്ത് മന്ത്രി സ്ഥാനം, അതിലും വലുതല്ലേ പാർട്ടി എന്നാണ്. കേട്ടോ ശ്രീ വി കെ സനോജ്? അതായത് ഞങ്ങളെ അറിയിക്കാതെ, ഞങ്ങൾ എതിർപ്പ് പറഞ്ഞിട്ടും, ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനമാണ് എന്ന് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള CPI മന്ത്രിമാർ പറയുകയാണ്. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടോ എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ച് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന നിലയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു. ഞാനത് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുട്ടികളുടെ ഭാവി മുൻനിർത്തിയിട്ടെടുത്ത തീരുമാനമാണ്. നിങ്ങൾ ഇതേ യുക്തി പറയുകയാണെങ്കിൽ PM ഉഷ പദ്ധതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഏതാണ്ട് 550 കോടി രൂപ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ വാങ്ങിയെടുത്തല്ലോ. അപ്പോഴും അവർ പറഞ്ഞിരുന്നു എന്താണ്, ഞങ്ങൾ തരുന്ന സിലബസ് ഒക്കെ പഠിപ്പിക്കണമെന്ന്. ആ സിലബസ് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന്റെ തിട്ടൂരം അവിടെ വെച്ചാൽ മതി എന്ന അഭിപ്രായം ശക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് ആ പണം വാങ്ങിയെടുത്തത്. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ പറയുന്നത്. ശ്രീ വി കെ സനോജ്, അത് CPI മന്ത്രിമാർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവരെ ബോധ്യപ്പെടുത്തിയില്ലല്ലോ, അവരോട് പറഞ്ഞില്ലല്ലോ, അവരറിഞ്ഞില്ലല്ലോ. മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നാണല്ലോ അവർ പറഞ്ഞത്. 2024 മാർച്ച് 30 കേന്ദ്രത്തിന് ഇതിന് ഞങ്ങൾ ഒപ്പുവെക്കാമെന്ന് കത്തയച്ചിരുന്നു. CPI മന്ത്രിമാർ അറിഞ്ഞിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിന് കൂട്ടായി ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാറ്റം വരുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണല്ലോ അവരിപ്പോഴും പറയുന്നത്. അതെ, അവർ പറഞ്ഞില്ല എന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ രമ്യതയിൽ ഞങ്ങൾ പരിഹരിക്കും. മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ ഒരു തവണ യോഗം ഇരുന്നു. യോഗം അവസാനത്തെ യോഗമല്ല. ഇനിയും ആ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും. അവർക്ക് ബോധ്യപ്പെടാൻ ഏതെങ്കിലും ഭാഗം ബാക്കിയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടുത്തും. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വളരെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായി ഗവൺമെന്റ് സഹകരിക്കേണ്ടി വന്നത് എന്നത് സംബന്ധിച്ച് ആർക്കെങ്കിലും അതിനകത്ത് വേറൊരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെയാണ് PM ഉഷ പദ്ധതി ഒപ്പുവെച്ചത്. ആ പദ്ധതി ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ട്
കേരളത്തിൽ കേന്ദ്ര സിലബസ് ആണോ പഠിപ്പിക്കുന്നത് സർവകലാശാലകൾ? അല്ലല്ലോ. കേരളത്തിലെ സർവകലാശാലകൾ കേരളത്തിലെ കാര്യങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത്. അല്ല സനോജ്, ഈ രണ്ടും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് താങ്കൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. വിദ്യാഭ്യാസ ശ്രീ വി മേഖലയിൽ കെ സനോജ്, രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞ് താങ്കൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ഇല്ല, അതായത് എന്താണ് മന്ത്രിസഭാ തെറ്റിദ്ധാരണ? യോഗത്തിൽ ഇല്ല, ഞാനത് പറയാതെയാണല്ലോ ഇത് ഉണ്ടാക്കിയിട്ടില്ല. നടപ്പാക്കിയതെന്ന് പറയുമ്പോൾ 2 വട്ടം ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെടുകയും പിന്നീടാകാമെന്ന നിലപാട് സ്വീകരിക്കുകയും ഇതിലെ ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുകയും ഏറ്റവും ഒടുവിൽ കെ രാജൻ ഈ വിഷയം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ യോഗത്തിലെ അടുത്ത അജണ്ടയിലേക്ക് കടക്കുകയും ചെയ്തു. ഞങ്ങൾ ഇരുട്ടിൽ നിർത്തി എന്ന പരാതി അന്ന് ഉയർന്നിട്ടില്ലല്ലോ, ഇന്നാണല്ലോ അത് ഉയർന്നത്. ഏത് കാര്യത്തിൽ? പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിലാണോ? അതെ. അതാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനിടയായ സാഹചര്യം ഞാൻ ഇവിടെ വിശദീകരിച്ചു. ആ കാര്യം CPIയിലെ മന്ത്രിമാർക്കോ CPI എന്ന പാർട്ടിക്കോ അതിനകത്ത് ഉള്ള അഭിപ്രായ പ്രശ്നങ്ങൾ അവർ തുറന്നു പറഞ്ഞു. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. അതിലെന്താ ഇപ്പൊ പ്രശ്നം? ഞങ്ങളത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നല്ലേ പറയുന്നത്. ഞങ്ങളത് നടപ്പാക്കാൻ ഇടയായ സാഹചര്യം ജനങ്ങളോട് വിശദീകരിച്ചു. ആ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് CPIയുടെ മന്ത്രിമാർ പറയുന്നു. ഗൗരവമായ പ്രശ്നമായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവരുമായി ചർച്ച നടത്തുന്നത്. ആ ഒന്നാം ഘട്ട ചർച്ചയിൽ അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല, പ്രശ്നം പരിഹരിച്ചില്ല എന്ന് അവർ പറയുന്നു. തുടർന്നും ചർച്ച നടത്തും. അതല്ലേ ഇപ്പം ചെയ്യാൻ വേണ്ടി കഴിയും. വേറെ എന്താ ഇപ്പം ചെയ്യാൻ കഴിയും? ആ കാര്യത്തിൽ ആ കാര്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാൻ CPIM നേതൃത്വം കൊടുക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല. ശരി, പ്രശ്നങ്ങൾ പരിഹരിക്കും. ശരി. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അവർ കാണിക്കുന്ന അവരുടെ ഈ വിഷയത്തിലുള്ള നിലപാട്, ഇതൊക്കെ സ്വാഗതാർഹവും അഭിനന്ദനാർഹവുമാണ് എന്നാണ് KPCC അധ്യക്ഷന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ വല്യേട്ടൻ കളിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് CPI ഒതുക്കി നിർത്താൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ഈ കാര്യത്തിൽ VD സതീശന്റെ പ്രതികരണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാണം കെട്ടി ഇനി ആ മുന്നണിയിൽ തുടരണമോ എന്ന കാര്യം CPI തീരുമാനിക്കട്ടെ എന്നാണ്. ബിനോയ് വിശ്വം പറയുന്നു, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ ഇപ്പോൾ ശ്രീ VK സനോജ് പറഞ്ഞതുപോലെ തന്നെ ചർച്ചയുടെ സാധ്യതകൾ അടഞ്ഞിട്ടില്ല, ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? ഗോപികൃഷ്ണൻ, ഇതിൻ്റെ അകത്ത് 2 വിഷയങ്ങളാണ് ഒരേ സമയം നാം ചർച്ച ചെയ്യേണ്ടത്. ഒന്നാമത്തെ പ്രശ്നം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആകുലതകളും ആശങ്കകളും നിലനിൽക്കെ ആ പദ്ധതിക്കെതിരായ പൊതുസമീപനമാണ് നമുക്കുള്ളത്. ആ പൊതുസമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ അതൊരു മറ്റൊരു സബ്ജക്റ്റായി നമ്മൾ എടുക്കണം. ഇപ്പോഴത്തെ അതിനേക്കാൾ ഗൗരവത്തോടുകൂടി ഞാൻ കാണുന്നത് ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുന്നത് പരസ്പര വിശ്വാസവും പിന്നെ നീതിബോധത്തോടു കൂടിയുള്ള പ്രവർത്തനവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മന്ത്രിസഭാ യോഗത്തിൽ പാർട്ടി മുന്നണി അതൊക്കെ അവിടെ നിൽക്കട്ടെ, മന്ത്രിസഭാ യോഗത്തിൽ ക്യാബിനറ്റിൽ 2 തവണ അജണ്ടയായി കൊണ്ടുവന്നതിന് ശേഷം മന്ത്രിസഭാ യോഗം മാറ്റിവെക്കുകയും അതിൽ തീരുമാനമെടുക്കാതിരിക്കുകയും ചെയ്തൊരു വിഷയം മന്ത്രിസഭ അറിയാതെ ഉത്തരവിറക്കിയിരിക്കുന്നു കാലങ്ങൾക്ക് മുമ്പ് ആ പദ്ധതി നടപ്പിലാക്കാൻ. അപ്പോൾ ഇതിനകത്ത് ഒന്നാലോചിക്കുക, ഒരു മന്ത്രിസഭയിലിരിക്കുന്ന അംഗങ്ങളോട് പോലും വിശ്വസ്തത പുലർത്താനോ സത്യസന്ധമായി ഇടപെടാനോ ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയും ആ രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായിട്ടില്ല. ചതിയാണ് ചെയ്തിരിക്കുന്നത്. ക്യാബിനറ്റിനോട് കേരളത്തിൻ്റെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് CPM ചെയ്തിരിക്കുന്നത്. ധാർഷ്ട്യ രാഷ്ട്രീയമാണ് ഇത്. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി മാറ്റമോ അല്ലെങ്കിൽ CPI മുന്നണി വിടുമോ വിടാതിരിക്കുമോ, മന്ത്രിമാർ രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ എന്നതിനപ്പുറമുള്ള തലത്തിൽ ചർച്ച ചെയ്യണം. കേരളത്തിലെ പൊതുസമൂഹത്തോട് ഏറ്റവും വലിയ റെസ്പോൺസിബിൾ ആയിരിക്കണം ക്യാബിനറ്റ്. അവിടെ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചൊരു വിഷയം ഏകപക്ഷീയമായി ഏറ്റവും ആകുലതകൾ നിറഞ്ഞിട്ടുള്ള ആശങ്കകളുള്ള ഒരു പാഠ്യ വിഷയവുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ സമീപനമാണ് സത്യത്തിൽ ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഉത്സവപ്പറമ്പിൽ ആഹ്ലാദം നടക്കുന്ന സമയത്ത് പോക്കറ്റടിച്ച് ഓടുന്ന ആളുകളുടെ സമീപനമാണ്.
CPM ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിൽ. ചെറിയ കാര്യമല്ല അത്, ചെറിയ കാര്യമല്ല. പദ്ധതിയുടെ നടത്തിപ്പും അതിൻ്റെ ആശങ്കകളും അത് സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുമോ അതൊക്കെ സെക്കൻഡറിയാണ്. അതിനേക്കാൾ അപ്പുറമാണ് മന്ത്രിമാരുടെ വ്യക്തിത്വം, അവരുടെ അധികാരങ്ങൾ, അവർ പൊതുസമൂഹത്തോട് സ്വീകരിക്കേണ്ടുന്ന സത്യപ്രതിജ്ഞയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അതിലാണ് വെള്ളം ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും ആലപ്പുഴയിൽ നടന്നു. ഇന്നിപ്പോൾ അവിടെ നടന്ന ചർച്ചയിൽ ഇവിടെ CPM പ്രതിനിധി പറഞ്ഞ പോലെ ഔദ്യോഗികമായി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, ചർച്ചയിൽ ധാരണയായില്ല, അത്രയല്ലേ ഉള്ളൂ, ഇനി ചർച്ചകൾ തുടരും എന്നാണ് പറഞ്ഞത്. ചർച്ചയിൽ എന്താണ് തുടരേണ്ടത്? എന്ത് ചർച്ചയാണ് ഇവർ തുടരാൻ ഉദ്ദേശിക്കുന്നത്? PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒപ്പുവച്ചിരിക്കുന്ന ധാരണാപത്രം റദ്ദ് ചെയ്യുക, അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. CPI എന്ന് പറയുന്ന പാർട്ടിയും ആ മന്ത്രിമാരും എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അത് പൊതുവായി ആ പദ്ധതി റദ്ദ് ചെയ്യണമെന്നുള്ളത് അത് ഞാൻ അഭിനന്ദിക്കുന്നു. ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നാൽ അത് അഭിനന്ദിക്കുന്നു. പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പ്രശ്നം അങ്ങനെയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കില്ല. അതാണ് ഇത്രയും സ്ട്രോങ് ആയി CPI ഒരു പൊസിഷൻ എടുക്കാനുള്ള കാര്യം. CPI ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് 4-ാം തീയതി സ്റ്റേറ്റ് കമ്മിറ്റിയും പിന്നെ CPIയുടെ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും കൗൺസിൽ മീറ്റിങ്ങും അടക്കം വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ഞാൻ ക്യാബിനറ്റിൽ പങ്കെടുത്തോണ്ട് വേണേൽ CPM പ്രതിനിധി ഈ ചർച്ചയിൽ ചോദിക്കും, അല്ലെങ്കിൽ CPIയുടെ തീരുമാനങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാരാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഓരോ വിഷയങ്ങളിലും ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ നമുക്കെല്ലാം സോഴ്സുകളുണ്ടല്ലോ. അപ്പോൾ ആ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, വരുന്ന ക്യാബിനറ്റിൽ മന്ത്രിമാർ CPIയുടെ ഉണ്ടാവില്ല. വരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ ഉണ്ടാകില്ല. കൃത്യമായ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ ആര് പറഞ്ഞു എന്ത് പറഞ്ഞു എന്ന് നമ്മൾ ഈ ഒരു ചർച്ചയിൽ റിവീൽ ചെയ്യാൻ കഴിയില്ല. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പറയുന്നു, ചർച്ചയിൽ മന്ത്രിമാരുണ്ടാകില്ല, മന്ത്രിമാർ ബഹിഷ്കരിക്കും. ഇതിൻ്റെ കുറെ കൂടി കടുത്ത തീരുമാനമെടുക്കുന്ന നടപടിയിലേക്ക് CPI പോകേണ്ടി വരും. ആ പാർട്ടിക്ക് വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ, ആ പാർട്ടി ഒരു അന്തസ്സുള്ള പാർട്ടിയാണ് എന്ന് ഇന്നലകളിൽ C. അച്യുതമേനോൻ്റെ, PK വാസുദേവൻ നായരുടെ, E. ചന്ദ്രശേഖരൻ നായരെ പോലെ, വെളിയം ഭാർഗവനെ പോലെയുള്ള ഒരുപാട് നല്ല നേതാക്കൾ, അധികാര രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന നല്ല നേതാക്കൾ ഉള്ളൊരു പാർട്ടിക്ക് ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകത്തിനനുസരിച്ച് അവർ ഉയർന്നു നിൽക്കുമെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്നു CPMുമായി അവർക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. അവർ ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. വളരെ കാർക്കശ്യ സ്വഭാവത്തോടുകൂടി നിലപാടെടുക്കുക. അങ്ങനെ നിലപാടെടുത്ത് ഈ പദ്ധതി എതിർക്കുക മാത്രമല്ല, ഒരു ക്യാബിനറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു തീരുമാനമിറക്കിയ മന്ത്രി, ഇവിടെ നമ്മൾ വളരെ കൃത്യമായി പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി രാജിവെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മന്ത്രിസഭയെ മറച്ചു വെച്ചുകൊണ്ട്, ഒരു മുന്നണിയെ മറച്ചു വെച്ചുകൊണ്ട്, ജനങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്നത് അതിഗൗരവമുള്ള വിഷയമാണ്. ആ നിലയിലാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. ഇതൊരു ചതിയുടെ പ്രശ്നമായും വിശ്വാസവഞ്ചനയുടെ പ്രശ്നമായും രാഷ്ട്രീയ മര്യാദയില്ലായ്മയുടെയും ഭരണമര്യാദയില്ലായ്മയുടെയും പ്രശ്നമായി നാം നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഈ CPI വലിയ പ്രതിഷേധവും എതിർപ്പുമൊക്കെ ഉയർത്തിയപ്പോൾ എന്തൊക്കെയാണ് ഇനി CPI ചെയ്യാൻ സാധ്യതയുള്ളത്, അവരുടെ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായപ്പോൾ 3 വഴികളെക്കുറിച്ചാണ് ഒരു ചർച്ചയുണ്ടായത്. ഒന്നാമത്തെ കാര്യം, മന്ത്രിമാരെ രാജിവെപ്പിക്കാം. രണ്ടാമതായി, അവർക്ക് ഈ മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരിക്കാം, തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ചെയ്തതുപോലെ. മൂന്നാമതായി, ഇടതുമുന്നണി യോഗം ബഹിഷ്കരിക്കാം. ഇങ്ങനെയുള്ള പല സാധ്യതകളെക്കുറിച്ച് പാർട്ടിക്കകത്ത് ആലോചനകൾ ഉണ്ടായി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മറ്റന്നാൾ ചേരുന്ന മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനും അതിനുശേഷം 4-ാം തീയതി ചേരുന്ന CPIയുടെ സംസ്ഥാന കൗൺസിലിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തുടർന്നുള്ള നടപടികൾ പിന്നീട് തീരുമാനിക്കാനുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണ. അപ്പോൾ ഈ CPIയുടെ എതിർപ്പിനെ ഏതെങ്കിലും തരത്തിലൊരു അനുനയത്തിലൂടെ പരിഹരിക്കാൻ കഴിയും എന്ന CPMൻ്റെ ഒരു ആത്മവിശ്വാസം ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി കെട്ടുപോയി എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇവിടെ ശ്രീ VK സനോജ് പറഞ്ഞു, ചർച്ച അവസാനിച്ചു എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രശ്നമുണ്ടായിട്ടുണ്ട്. മുന്നണിക്കകത്ത് 2 പാർട്ടികൾക്ക് 2 അഭിപ്രായങ്ങളുണ്ടാകും. ആ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നതാണ് മുന്നിലുള്ള പോംവഴി. അതിന് ഇനിയും സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ്. ആ നിലയ്ക്ക് പരിഹരിക്കപ്പെടുന്ന ഒന്നായി PM ശ്രീ വിവാദം മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ല കൂടുതൽ കടുത്ത നടപടികളിലേക്ക് CPI പോകാൻ സാധ്യതയൊരുക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ ഒരു സമവായത്തിൻ്റെ സാധ്യതകൾ ഓൾമോസ്റ്റ് ഇല്ലാതായി എന്നാണ് മുഖ്യമന്ത്രി വന്നതിന് ശേഷമുള്ള സംഭവവികാസങ്ങളൊക്കെ നോക്കിയെന്നൊക്കെ മനസ്സിലാവുക.
യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വന്നതിന് ശേഷം നടന്ന ചർച്ചകളിൽ എന്തെങ്കിലും ഒരു ഐസ് ബ്രേക്കിംഗ് നടക്കേണ്ടതായിരുന്നു. അത് സാധാരണ നിലയിൽ പിന്നെ ഈ മന്ത്രി അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ചെയ്തു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് പരസ്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി പോവേണ്ടതായിരുന്നു. കാരണം മന്ത്രിസഭയിൽ ചർച്ച ചെയ്തൊരു വിഷയം, മന്ത്രിസഭ മാറ്റിവെച്ച വിഷയം, മന്ത്രിസഭയോടോ LDFനോടോ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹം അങ്ങനെ നടപടിയെടുത്തെങ്കിൽ മുഖ്യമന്ത്രി കൂടി അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഈ വിഷയത്തിലുണ്ടായിരിക്കുന്ന ഒരു തർക്കം പരിഹരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഇനീഷ്യേറ്റീവിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇനി വേറെ സംവിധാനമൊന്നുമില്ല. കാരണം കേന്ദ്രത്തിൽ പിന്നെ D രാജ കേന്ദ്രത്തിലുള്ള ജനറൽ സെക്രട്ടറി MA ബേബിയെ ചെന്ന് കണ്ടിരുന്നു. MA ബേബി വളരെ സൗകര്യപൂർവ്വം കൈ കഴുകിയത് അത് കേരളത്തിൻ്റെ കോർട്ടിലേക്ക് മാറ്റുകയുണ്ടായിട്ടുള്ളത്. അതായത് കേരളത്തിലല്ലാതെ ഈ ചർച്ചയ്ക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ആ തർക്കത്തിലാകട്ടെ ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി പിന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിലപാടെടുക്കുന്നത്. ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി PM ഉഷ പദ്ധതിയായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി വളരെ കൃത്യമായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം 2020 അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ എക്സംപ്ലാർ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് അവർ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള വളരെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രശ്നമാണ് CPI സംബന്ധിച്ചുള്ളത്. ഇതുമായിട്ട് യോജിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇത് സംഘപരിവാരത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കൃത്യമായിട്ടുള്ള നടപടി ക്രമങ്ങളുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു സൈദ്ധാന്തിക പ്രശ്നം, ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് അബാൻഡൺ ചെയ്തുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് പ്രശ്നം. അപ്പം ആ ഒരു നിലയിൽ CPIയെ എത്തിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ സർക്കാർ വിഡ്രോ ചെയ്യണം, ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണം. പക്ഷേ ഇങ്ങനെയൊരു ഏകപക്ഷീയമായിട്ട് പിന്നെ നടപടി സർക്കാർ എടുത്തത്, മന്ത്രി ആളുകളെ അയച്ച് ഒപ്പിട്ടത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ സമ്മതത്തോടു കൂടിയാണ്, CPMന് സമ്മതത്തോടു കൂടിയാണ്, സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് CPM വിഡ്രോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല, CPIക്ക് വിഡ്രോ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ ഇനി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPIയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് ആ പാർട്ടി പോവുകയാണ്. കാരണം ഇനി തിരിച്ചു പോയാൽ, ഇനി നടപടിക്രമങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI എന്ന പാർട്ടിക്ക് കേരളത്തിലെ എക്സിസ്റ്റൻസ് അന്ന് അവസാനിക്കും. CPI എന്ന പാർട്ടിയിൽ ഒരു മനുഷ്യക്കുട്ടി പോലും ബാക്കിയുണ്ടാവില്ല. ഇങ്ങനെ പിന്നെ രാഷ്ട്രീയമായിട്ട് പൂർണ്ണമായിട്ടും പിന്നെ എന്താ പറയുക പൂർണ്ണമായിട്ടും കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് CPI പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ രാഷ്ട്രീയമായി അസ്തിത്വം തന്നെ തകരും. ഇതൊക്കെ കാണിക്കുന്നത് കേരളത്തിൽ LDF എന്ന് പറയുന്ന സംവിധാനം, LDF വലിയ തകർച്ചയിലേക്ക് നീങ്ങുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ LDFിൻ്റെ കൺവീനർ എന്ന് പറഞ്ഞിട്ട് ആളെ നമ്മൾ കേരളത്തിൽ എവിടെയും വശീട്ട് നോക്കിയാൽ കാണുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല മുന്നണി, അങ്ങനെ ആയിരുന്നില്ല LDF സംവിധാനം. LDF സംവിധാനത്തെ ദുർബലമാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മുൻകാലങ്ങളിൽ LDFന് VS അച്യുതാനന്ദൻ കൺവീനറായിരുന്ന കാലത്ത്, MM ലോറൻസ് കൺവീനറായിരുന്ന കാലത്ത് അത്തരം സന്ദർഭങ്ങളിൽ മുന്നണിയിലെ പാർട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി, അവരുടെ ഒരു നിലപാട് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോ രണ്ടാം കക്ഷിയെ CPI പോലും ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങൾ ഇതിനു മുൻപ് CPI എന്ന പാർട്ടി മുന്നണിക്കകത്ത് ഉണ്ടാക്കിയിട്ടില്ലേ? വിളിയം ഭാർഗവൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, CK ചന്ദ്രപ്പൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നമുക്കറിയാലോ വയനാട് സീറ്റ് പൊന്നാനി വയനാട് സീറ്റ് വെച്ചുമാറുന്ന സാഹചര്യം ഉണ്ടായത്. CK ചന്ദ്രപ്പൻ ഈ പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ വെച്ച് സർക്കാർ നടത്തുന്നു എന്ന് ആക്ഷേപം ഉന്നയിച്ചതും പിണറായി മറുപടി നൽകിയതും ആയിട്ടുള്ള തർക്കങ്ങൾ, അതിനെ തുടർന്ന് പിന്നീട് ഈ സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ, അതിനുശേഷം പിന്നീട് വന്നിട്ടുള്ള ബ്രുവറി വിഷയം, അങ്ങനെ CPI കാലാകാലങ്ങളിൽ നയപ്രശ്നമായാലും അതല്ല ഈ പറയുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളായാലും പ്രതിസന്ധികൾ ഉണ്ടാവുകയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും രൂക്ഷമായ ഭാഷയിൽ വാക്കേറ്റങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത ചരിത്രമുണ്ടല്ലോ. അതിനെയൊക്കെ മറികടന്ന് മുന്നണി സംവിധാനം മുന്നോട്ട് പോയിട്ടില്ലേ? ഇവിടെ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇതൊരു അപകടാവസ്ഥയിലാണ് എന്ന് നിരീക്ഷിക്കുന്നത്? അല്ല, മുൻകാലത്തുണ്ടായിരുന്ന തർക്കങ്ങൾ പ്രായോഗിക രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. ഇപ്പം തോമസ് ചാണ്ടിയുടെ വിഷയത്തിലായാലും ശരി, വയനാട് സീറ്റ് വെച്ച് അത്തരമൊക്കെ പ്രായോഗികമായ വിഷയം, അതിനകത്ത് വിട്ടുവീഴ്ച സാധ്യമാണ്.
പ്രായോഗികമായ വിഷയങ്ങളിൽ നിങ്ങൾ തർക്കിക്കും, നിങ്ങൾ പിന്നെ ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കും, അടിയുണ്ടാക്കും. പക്ഷേ അതിനകത്ത് ഒരു തിയറിറ്റിക്കൽ പൊസിഷൻ്റെ പ്രശ്നമില്ല. ഇത് രാഷ്ട്രീയമായ നിലപാടുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിനോട് ശക്തമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കണം. അതിനോട് കൂടി നിൽക്കാൻ കഴിയില്ല. അതാണ് CPIയുടെ പ്രശ്നം. CPI എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും ഗുരുതരമായ രാഷ്ട്രീയ ഭീഷണിയായി നിൽക്കുന്ന സംഘപരിവാരുമായിട്ട് അതിൻ്റെ ഒരു തരത്തിലുള്ള അജണ്ടയുമായിട്ട് യോജിപ്പില്ല എന്നൊരു വിഷയത്തിലാണ് അവർ നിൽക്കുന്നത്. ആ വിഷയത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് അതിൻ്റെ ഭാഗമായി അതിൻ്റെ വിദ്യാഭ്യാസ രാഷ്ട്രീയ സൈദ്ധാന്തിക നയങ്ങളുടെ പ്രയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ, അതിൻ്റെ ഭാഗമായിട്ട് PM ശ്രീയെ എങ്ങനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് രാഷ്ട്രീയമായ താത്വികമായ ഒരു പ്രശ്നമാണ്. അതും വയനാട്ടിലെ സീറ്റും തമ്മിൽ കമ്പയർ ചെയ്തത് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ CPIക്ക് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് കീഴടങ്ങി എന്ന് അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇതൊരു ഒരു സാധാരണ നിലയിലുള്ള തർക്കമല്ല, ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ, താത്വികമായ നിലപാടിൻ്റെ പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം താത്വികമായ നിലപാടുകൾ വളരെ വളരെ പ്രധാനവുമാണ്. ശ്രീ P. ശ്യാംരാജ്, ഈ എന്തുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് ഒപ്പുവെക്കേണ്ടി വന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞത് അത് തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റേതെന്നാണ്. SSKക്കുള്ള ഫണ്ട് തടയപ്പെട്ട സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇത് എത്തിക്കാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ല, അതുകൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്ന് ഭയപ്പെടേണ്ടതില്ല. സിലബസിലോ അല്ലെങ്കിൽ കരിക്കുലത്തിലോ ഒരു മാറ്റവും കൊണ്ടുവരാൻ പോകുന്നില്ല സംസ്ഥാന സർക്കാർ എന്നാണ്. അതായത് RSSന്റെ വിദ്യാഭ്യാസ നയത്തിൽ RSS വൽക്കരണം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്ന ആശങ്കയാണെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്ത്രപരമായൊരു നീക്കം എന്ന നിലയിൽ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നത് എന്നാണ്. മാത്രമല്ല PM ശ്രീയുടെ ഫണ്ടിന് വേണ്ടിയല്ല, SSKയുടെ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരികയും അത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അത് നടപ്പാക്കിയില്ലെങ്കിൽ അല്ലാതെ ലഭിക്കേണ്ട അവകാശപ്പെട്ട തുക നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമ്മർദ്ദം, അതിന് വഴങ്ങിയെടുത്ത തീരുമാനം എന്നാണല്ലോ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഇടതുമുന്നണിയിൽ ഇതുണ്ടാക്കിയിരിക്കുന്ന കോലാഹലങ്ങളെ BJP എങ്ങനെ കാണും? ഗോപികൃഷ്ണ, ഈ വാദങ്ങൾ മുഴുവൻ തെറ്റാണ്. അടിച്ചേൽപ്പിച്ച് നടത്തിയ ഒരു പദ്ധതിയൊന്നുമല്ല NEPയും അതോടൊപ്പം തന്നെ PM ശ്രീ സ്കൂൾ പദ്ധതിയൊന്നും. അത് ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ അനുസരിച്ചിട്ട് ഒരു പോളിസി തയ്യാറാക്കി, കാലാനുസൃതമായിട്ടുള്ള ഒരു പോളിസി തയ്യാറാക്കി. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് ശേഷം 39 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യം ആഗ്രഹിക്കുന്ന രീതിയിൽ നൂതനമായിട്ടുള്ള പാഠ്യ പരിഷ്കാരങ്ങളോടുകൂടി പുതിയ ടെക്നോളജി അനുസരിച്ചിട്ട് AI കാലഘട്ടത്തിൽ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി ഏകദേശം 5 കൊല്ലത്തോളം ചർച്ചകൾ നടത്തി മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കും ഡ്രാഫ്റ്റ് അയച്ച് 5 ലക്ഷത്തോളം വരുന്ന നിർദ്ദേശങ്ങൾ കേട്ടതിന് ശേഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള പദ്ധതി. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷം പറയുന്നത് പോലെ ഇവിടെ BJP സർക്കാർ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന്റെ വികലമായിട്ടുള്ള രാഷ്ട്രീയ നയം കാരണം ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതി അവർ തികച്ചും രാഷ്ട്രീയപരമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ പഴയ ഒരു മാസം മുമ്പ് വരെ CPMനും ഇപ്പോൾ CPIക്കും മാത്രമായിട്ട് എന്താ ഇതിനോട് എതിർപ്പുള്ളത്? നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ നോക്കും. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരല്ല ഭരിക്കുന്നത്, ആന്ധ്രാപ്രദേശിലെ TDP അല്ല ഭരിക്കുന്നത്, ജാർഖണ്ഡിലെ JMM അല്ല ഭരിക്കുന്നത്. എന്തിന്? രാജസ്ഥാനിലെ സർക്കാർ വരെ, രാജസ്ഥാനിലെ കോൺഗ്രസ് ഭരിക്കുമ്പോ അവര് പറഞ്ഞത് ഗെഹ്ലോട്ട് ഗവൺമെന്റ് സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ, അതായത് PM ശ്രീ പദ്ധതികൾ 402 സ്കൂളുകളിൽ നടപ്പാക്കിയത് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് അവിടുത്തെ ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്നത്. ഈ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം സംസ്ഥാനങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നു, തമിഴ്നാട് സ്വീകരിച്ചിട്ടില്ല, പശ്ചിമ ബംഗാൾ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അതിന്റെ പേരിൽ അർഹതപ്പെട്ട തുക തടഞ്ഞു വെക്കുന്നത് എന്ത് ന്യായത്തിന്റെ പുറത്താണ്?
അർഹതപ്പെട്ട തുക തടഞ്ഞു വെക്കാതെ ഇരുന്നിട്ടില്ല. ഇതിനകത്ത് പ്രശ്നം തരും. ഇതാ നോക്ക്, ഒന്ന് ഞാൻ ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കരിക്കുലം എങ്ങനെയാണ് വരുന്നത് അറിയാം. കരിക്കുലം ആസ് പെർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ NEP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PM ശ്രീ പദ്ധതിക്ക് കീഴിലുള്ള സ്കൂളുകളിൽ മുഴുവൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് NEP അനുസരിച്ചിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. രണ്ട്, ഒരു പൈസ പോലും തടഞ്ഞു വെക്കുകയല്ല ചെയ്ത്. നോക്കൂ, 2020 ശേഷം ഈ സർക്കാരിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് NEP ആണെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നതാണ് PM ശ്രീയും. ഈ NEPയും SSIയും ഒരു മിനിറ്റ് ശ്രീ ശ്യാംരാജ്, അതായത് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറിയായ സഞ്ജയ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സിലബസും പുസ്തകവും അത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ്. പറ്റില്ല, അതല്ല ഞാൻ എഴുതി വെച്ചത്. പറ്റില്ല. ഇവിടെ ഈ PM ശ്രീയുടെ ഫ്രെയിംവർക്കിൽ അത് പറ്റില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അതാണ് പറഞ്ഞത്, കരിക്കുലം ആസ് പെർ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ NEP-നെ അധിഷ്ഠിതമാക്കിയിട്ട് സിലബസ് തയ്യാറാക്കാൻ വേണ്ടി പറ്റൂ. ഈ സിലബസിന് ഇത്ര പേടിക്കുന്നത് എന്തിനാണ് ഈ സിലബസിനെ പേടിക്കുന്നത്? നമ്മൾ പഴയ ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും നൂതനമായിട്ടുള്ള സയൻസും എല്ലാം പഠിക്കണ്ടേ? നമ്മൾ കീഴടങ്ങലുകളുടെ പഴയ ചരിത്രത്തിനകത്ത് ഗോറി കീഴടക്കി, ഇന്ത്യ കീഴടക്കി, ഗസനി ഇന്ത്യ കീഴടക്കി, ബാബറിന്റെ കീഴടക്കി എന്ന് പറഞ്ഞിട്ടുള്ള കീഴടങ്ങലുകളുടെ ചരിത്രം മാത്രം പഠിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ യഥാർത്ഥ ചരിത്രം, നമ്മുടെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ചിട്ട്, നമ്മുടെ ചോള സാമ്രാജ്യത്തെ കുറിച്ചിട്ട്, ഇവിടെ ഇപ്പോഴത്തെ തമിഴ്നാടും ശ്രീലങ്കയുടെ പകുതിയും മാലദ്വീപുകളൊക്കെ ഉൾപ്പെട്ടുള്ള ചോള സാമ്രാജ്യത്തെ കുറിച്ചിട്ട് നമ്മൾ ലോകത്തിന് കൊടുത്ത സംഭാവനകളെ കുറിച്ചിട്ട്, അതായത് ഈ പാഠ്യപദ്ധതിയുടെ മേന്മയെ കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് താങ്കളോട് ചോദ്യങ്ങളായി ചോദിക്കാനുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം സംസ്ഥാന സർക്കാർ ഇതിന് നൽകിയിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. കേട്ടോ ശ്രീ ശ്യാംരാജ്, വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്ന ഒരു വ്യാഖ്യാനത്തെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് തന്ത്രപരമായ ഒരു നീക്കമാണ്, നമ്മുടെ കുട്ടികൾക്കുള്ള അർഹതപ്പെട്ട തുക തടഞ്ഞു വെച്ചിരിക്കുന്നു, അത് കിട്ടാൻ നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കാണ് PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലാതെ RSS വൽക്കരിക്കപ്പെട്ട ഒരു പാഠ്യപദ്ധതി നടപ്പാക്കാൻ വേണ്ടിയല്ല, അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. മാത്രമല്ല, സിലബസും പുസ്തകവും സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുക, അതുകൊണ്ട് അതിൽ കൈകടത്താൻ കഴിയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം അതാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ഇത് അവതരിപ്പിക്കുന്നതിനെ BJP എങ്ങനെ കാണുന്നു? അതായത് നിങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ പോകുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് പണം കിട്ടണം, അതിനുവേണ്ടി ചെയ്യുന്ന കാര്യം, അതിനെ എങ്ങനെ കാണുന്നു എന്നാണ് ശ്യാംരാജ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഗോപീകൃഷ്ണൻ, ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? നിങ്ങൾ ഒരു കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നിങ്ങൾക്ക് കുറച്ച് ഒരു എമൗണ്ട് ഓഫ് ഫണ്ട് നമുക്ക് സ്റ്റേറ്റിനോട് കിട്ടുന്നു. അത് ആ രീതിയിൽ മാത്രം സിലബസ് അനുസരിച്ചാണ് നടത്തുള്ളൂ. അതല്ലാതെ പുതിയ സിലബസ് എങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിട്ട് പറ്റും? ആ രീതിയിൽ മാത്രമേ നടപ്പാക്കാൻ വേണ്ടിട്ട് പറ്റൂ. PM ശ്രീയുടെ തുകയല്ല പ്രധാനം, അതിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ട SSK എന്നയുടെ തുകയാണ് നമ്മുടെ പ്രധാനമുള്ള, നമുക്ക് ഏറെ ആവശ്യമുള്ള കാര്യം എന്നാണല്ലോ പറയുന്നത്. എനിക്ക് ഗോപീകൃഷ്ണൻ നിങ്ങൾ പറയുന്നിട്ട് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ചുമ്മാ ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാഥാർത്ഥ്യമൊന്നുമില്ലെന്ന്. ഞങ്ങളിവിടെ NEP നടപ്പാക്കിയില്ല, സിലബസ് ഞങ്ങൾ തയ്യാറാക്കില്ല, എഴുതി വെച്ചിരിക്കുന്നു. അതേ പറഞ്ഞ് PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ അവരുടെ ഫ്രെയിംവർക്കിൽ എഴുതി വെച്ചിരിക്കുന്ന NEP അനുസരിച്ചിട്ടായിരിക്കണം പുതിയ സിലബസ് തയ്യാറാക്കുന്നത്. അപ്പോ NEP അനുസരിച്ചിട്ടല്ലാതെ സിലബസ് തയ്യാറാക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ പറ്റിച്ചേ, ഞങ്ങൾ വെറുതെ കാശ് മേടിച്ചേ എന്നൊന്നും സർക്കാരിന് പറയാൻ വേണ്ടി പറ്റില്ല. സത്യത്തില് സർക്കാർ പറ്റിക്കാൻ നോക്കുന്നത്, കബളിപ്പിക്കാൻ നോക്കുന്നത് ഇവിടുത്തെ CPI-യെയും കേരളത്തിലെ സാധാരണ ജനങ്ങളെയൊക്കെയാണ്. പിന്നെ അതാണ് ഞാൻ ചോദിച്ചത്, എന്തിനാണ് NEP ഇത്ര ഭയപ്പെടുന്നതെന്ന്? അതാണ് എന്റെ മൗലികമായിട്ടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് NEP നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ കഴിഞ്ഞ 2 ആഴ്ചയോളമായിട്ട് വിവിധ ചാനലുകളിലെ ചർച്ചകൾ ഞാൻ പങ്കെടുക്കുന്നു. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, ഒരു ഉത്തരം തരാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ടും വരുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോകലാണ്, RSS വൽക്കരണം, ദേശീയത, അതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നല്ലാതെ എന്തുകൊണ്ട് ഇവർ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ഉത്തരമില്ല. ഇവരുടെ എതിർപ്പ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള രാഷ്ട്രീയമാണെന്ന്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. മറ്റ് സർക്കാരുകൾക്കൊന്നുമില്ലാത്ത, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത വി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEPക്ക് എന്താ പ്രശ്നമല്ലേ? ശ്രീ ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEPക്ക് എന്താ പ്രശ്നം? അപ്പോ NEPക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വരെ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഈ രാജ്യത്തെ BJP ഇതര വിവിധ സർക്കാരുകൾ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഈ രാജ്യത്തെ 36 ഭരണ യൂണിറ്റുകളിൽ ഇപ്പോൾ കേരളം ഉൾപ്പെടെ 34 അംഗീകരിച്ചിട്ടുണ്ടെന്ന്. അവിടെയൊന്നും ഒരു പ്രശ്നം ഇതുവരെ നടന്നിട്ടില്ലല്ലോ. നിങ്ങൾ പറ, കേരളത്തിനടുത്തുള്ള ഈ രാജ്യത്തിലുള്ള ഏത് സംസ്ഥാനത്ത് സിലബസിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്? അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടോ NEP കൊണ്ടുവന്നുമായിട്ട് ബന്ധപ്പെട്ട്? ഇവിടെ തമിഴ്നാടിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട് 1986 അന്നത്തെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നപ്പോഴും അവരതിനെ എതിർത്തിരുന്നു.
അതിന്റെ കാരണം എന്ന് പറയുന്നത് ഹിന്ദിവൽക്കരണം തന്നെയാണ്. നവോദയ സ്കൂളുകൾ തുടങ്ങാൻ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ തുടങ്ങാൻ അവർ അന്ന് സമ്മതിച്ചിട്ടില്ല, ഇന്നും സമ്മതിക്കുന്നില്ല. അന്നും ഇന്നും അത് പോട്ടെ, അത് കാരണം തമിഴ്നാടാണെങ്കിലും പശ്ചിമ ബംഗാളാണെങ്കിലും ഒക്കെ ഇതിന് ബദലായിട്ടുള്ള സംസ്ഥാന വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല കോടതിയിൽ ചെന്നപ്പോൾ ഇതിന്റെ പേരിൽ മറ്റു ഫണ്ടുകൾ തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും എന്ന ഉത്തരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ആ നിലയ്ക്ക് പോകുന്നു, നിയമപരമായി പോകുന്നു. വെസ്റ്റ് ബംഗാൾ ആ നിലപാടിൽ നിൽക്കുന്നു. കേരളം ആ നിലപാടിലായിരുന്നു. പിന്നെ എന്തിനാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്നതാണോ നിലവിലെ വിവാദ വിഷയം. ഞാൻ ഒരു മിനിറ്റ് ശ്യാംരാജ്, താങ്കൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്ക് കൂടി ചേർത്ത് ശ്രീ VK സനോജിന് മറുപടി പറയാനുണ്ടാകും. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. ശ്രീ VK സനോജ്, 3 കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ അനിൽ ബോസ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് NEP നടപ്പാക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തെ ഇരുട്ടിൽ നിർത്തുന്ന, അപമാനിക്കുന്ന തരത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാതെ ഒരു തീരുമാനമെടുത്തു, ഒളിച്ചു കടത്തി, എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. 2, ശ്രീ NP ചെക്കുട്ടി പറഞ്ഞതാണ്, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെ ഇടതുമുന്നണി അഭിമുഖീകരിക്കുന്നു. CPIക്ക് ഇതൊരു രാഷ്ട്രീയ നയപ്രശ്നമായതുകൊണ്ട് അവരുടെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാനും കഴിയില്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ CPMന് കഴിയുകയുമില്ല. 3, NEP അല്ല നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് എന്ന ശ്യാംരാജ് പറഞ്ഞ കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി. അതിലേ ഒന്നാമതായിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഇത് CPI പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ കാര്യം സംബന്ധിച്ച് CPIയുമായിട്ട് ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് അതിലേക്ക് ഒരു മറുപടിയിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം CPI ഉന്നയിച്ച വിമർശനങ്ങൾ അത് ഗൗരവപൂർവ്വം കാണുകയും ആ കാര്യത്തിനകത്ത് അവരെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം എന്ന നിലയിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നു. തുടർന്ന് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ സംബന്ധിച്ച് ഇനിയും ചർച്ച നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ കാര്യം, പിന്നെ NEPയിൽ കൂടി എന്താ പറഞ്ഞ സിലബസിനകത്തൊക്കെ അവർ ഇടപെടാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, NEP ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? അനിൽ ബോസ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, രാജസ്ഥാൻ. NEP ഇന്ത്യയിൽ കൊണ്ടുവന്ന ഘട്ടത്തിൽ ആദ്യം ആവേശപൂർവ്വം നടപ്പാക്കിയത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി എന്ന അശോക് ഗെഹ്ലോട്ടാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് അതിനെല്ലാ പിന്തുണയും കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ അവര് തമിഴ്നാട്ടിലെ കാര്യത്തെക്കുറിച്ചൊക്കെ ആവേശത്തിൽ പറയുകയാണല്ലോ. എന്താ കർണാടകയിലെ കാര്യം പറയാത്തത്? കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനത്തും NEP നടപ്പാക്കി അല്ലേ? യാതൊരു എതിർപ്പുമില്ലാതെ NEP നടപ്പാക്കിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ കേരളത്തിൽ NEP നടപ്പാക്കുക വഴി എന്തൊക്കെയോ അപകടങ്ങൾ സംഭവിക്കുന്നു, CPM അതിന് കൂട്ടുനിൽക്കുന്നു, ഇടതുപക്ഷമാകെ ദുർബലപ്പെട്ടിരിക്കുന്നു, ഇടതുപക്ഷം തകരുന്നു എന്നൊക്കെയുള്ള വിലാപങ്ങൾ എന്തിനാണ്? ഇത് ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്? ഞങ്ങളിവിടെ വളരെ സുവ്യക്തമായി പറഞ്ഞു, NEP അല്ലെ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി കേരളത്തിൽ ഒരു സിലബസും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തെ ചെറുക്കും. ഞങ്ങൾ ധൈര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവർണർ വഴി കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ ഇടപെടാൻ വേണ്ടി പറയട്ടെ. അനിൽ ബോസേ, നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ പദ്ധതിക്ക് നിങ്ങൾ അവസരത്തിൽ താങ്കളുടെ അവസരത്തിൽ പറയാം. അദ്ദേഹം പറഞ്ഞ ശേഷം താങ്കൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. സനോജ് പൂർത്തിയാക്കിയ ശേഷം ശ്രീ സനോജ് പറയൂ. ഞാൻ ഉന്നയിക്കുന്ന കാര്യം ഇവിടെ എന്താ കോൺഗ്രസ് ഈ പ്രതിനിധി പറഞ്ഞ കാര്യം എന്താ? ഇപ്പൊ കേരളത്തിൽ ഇതുവഴി വലിയ രൂപത്തിൽ സിലബസ് മാറാൻ പോകുന്നു എന്നല്ലേ ഞാൻ പറയുന്നത്. ഗാന്ധി വധം കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തു? എന്നാ പിന്നെ കേന്ദ്രം തീരുമാനിച്ചാൽ അംഗീകരിച്ചോ? അംഗീകരിച്ചിട്ടില്ല. പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കി. ഏതെല്ലാം കാര്യത്തിൽ? മുഗൾ രാജവംശത്തെക്കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിന്റെ ജീവചരിത്രം എടുത്തു കളഞ്ഞ സന്ദർഭത്തിൽ അപ്പൊ വിവിധ ഘട്ടങ്ങളിൽ കേന്ദ്രം എന്തെല്ലാം നീക്കം നടത്തിയോ അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെതായ സിലബസ് പാഠപുസ്തകം ഉണ്ടാക്കിയിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഗവൺമെന്റ്. അവിടെ ഞങ്ങൾ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള കീഴടങ്ങലും ഞങ്ങൾ തയ്യാറല്ല. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PM ഉഷ പദ്ധതി നടപ്പാക്കിയ ഘട്ടത്തിൽ 9 വിഷയങ്ങളുടെ സിലബസ് ഇങ്ങോട്ട് അയച്ചു തന്നു.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 500 കോടി കേന്ദ്ര ഗവൺമെന്റ് തന്നിരിക്കുന്നു. എന്നാൽ പിന്നെ 9 വിഷയങ്ങളുടെ സിലബസ് ഇവിടെ പഠിപ്പിക്കാം എന്നല്ല തീരുമാനിച്ചത്. ആ 9 വിഷയങ്ങൾ സംബന്ധിച്ച് സിലബസിനകത്തിന്റെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പ്രഭാത് പട്നായിക് അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റിയെ വെച്ചു. പ്രഭാത് പട്നായിക് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി കണ്ടെത്തി ഇത് കേരളത്തിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് ചേരാത്തതാണ്. അപ്പോൾ കേരള ഗവൺമെന്റ് കത്തെഴുതി ഇത് പഠിപ്പിക്കുന്ന പ്രശ്നമില്ല, അതെടുത്ത് തൊട്ടിൽ കളഞ്ഞല്ലോ, പഠിപ്പിച്ചോ അത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? കേന്ദ്രത്തിന്റെ സിലബസ് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ SCERT സിലബസ് തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. NCERT അല്ല, SCERT ആണ്. അത് അർത്ഥശങ്കക്കിടയില്ലാത്ത പറയുക മാത്രമല്ല, അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത് നമ്മൾ കാണുകയല്ലേ ഇപ്പൊ തന്നെ. അല്ല, ശ്രീ എൻ പി ചെക്കുട്ടി പറഞ്ഞ കാര്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. അതായത് ഇടതുമുന്നണി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നു CPI എടുത്ത ഒരു നിലപാടിന്റെ പേരിൽ. കാരണം അവർക്ക് ഇതിൽ നിന്ന് പിന്നാക്കം പോകാനും പറ്റില്ല, ഈ പ്രശ്നം പരിഹരിക്കാൻ CPM-ന് കഴിയുകയുമില്ല. കാരണം ഇതൊരു രാഷ്ട്രീയ നയ പ്രശ്നമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ അനുനയം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് എന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെക്കുറിച്ച്. ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിരീക്ഷിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നവംബർ 1-ാം തീയതി ഇപ്പൊ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളം കൈവരിച്ച നേട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൊത്തം നേട്ടമാണ്. അത് അവരുടെ ആ കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു പ്രളയത്തിന്റെ ഘട്ടത്തിൽ, കോവിഡിന്റെ ഘട്ടത്തിൽ, ഇപ്പൊ വയനാടുണ്ടായ ദുരന്തത്തിന്റെ ഘട്ടത്തിൽ, വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന നിപ്പ ഉൾപ്പെടെയുള്ള മാറാ രോഗങ്ങൾ വന്ന ഘട്ടത്തിൽ. അപ്പൊ അപ്പോഴെല്ലാം കൂട്ടായ നിലയിൽ പ്രതിസന്ധിയെ തരണം ചെയ്തൊരു ഗവൺമെന്റാണ്. തരണം ചെയ്തു എന്ന് മാത്രമല്ല, എന്തെല്ലാം പുതിയ നേട്ടങ്ങൾ ഉണ്ടായി. സനോജ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഈ അനിതര സാധാരണമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇടതു മുന്നണിയിൽ എന്നൊക്കെ പറയുമ്പോഴും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്നും CPI വളരെ വലിയ കടുത്ത നിലപാടിലേക്ക് പോകുമെന്നും ഒക്കെ കോൺഗ്രസ് കരുതുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അത് വരട്ടെ. നമുക്ക് ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് CPIയെ ഞങ്ങൾ മുന്നണിയിലെടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ അവരുടെ മുന്നണി സംവിധാനം വിട്ട് ഇറങ്ങി വരുന്നതോ ഒക്കെ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതൊക്കെ ചർച്ച ചെയ്യേണ്ട സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അവർക്ക് വ്യക്തിത്വമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പൈതൃകം അവർ കാത്തു സൂക്ഷിക്കുമെങ്കിൽ അവർക്ക് CPM-മായി യോജിച്ചു പോകാൻ CPIക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രശ്നം ഇതാണ്, പദ്ധതിയിലെ ധാരണാപത്രം റദ്ദ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ CPIക്ക് ഈ വിഷയത്തിൽ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിലും ഒരു മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന 4 മന്ത്രിമാരുള്ള പാർട്ടി എന്നുള്ള നിലയിലും ഈ തീരുമാനങ്ങൾ, ഇതുപോലെ മന്ത്രിസഭ മാറ്റിവെച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കക്ഷിയോടൊപ്പം ഭരണം പങ്കിടണമോ വേണ്ടയോ, ആ മുന്നണിയിലിരിക്കണമോ വേണ്ടയോ എന്നൊക്കെ CPI ആണ് തീരുമാനിക്കുന്നത്. അതവർ തീരുമാനിക്കട്ടെ. അവരുടെ തീരുമാനം വരുമ്പോൾ അതിനനുസരിച്ച് പ്രതികരിക്കുക. എന്തായാലും ഇത് തോമസ് ചാണ്ടിയുടെ കയ്യേറ്റ വിഷയവും ഇതും ഒന്നാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒന്നും ശരിയായ നടപടിക്രമമല്ല. പിന്നെ ഇവിടെ പറയുന്നത് കേട്ടു, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഒപ്പിട്ടു. എവിടെയാണോ ഞങ്ങൾ ഒപ്പിട്ടത്? എന്ത് ആധികാര രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ചർച്ചയിൽ പറയുന്നത്? ചുമ്മാ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? എന്നാണ് ഈ പദ്ധതി ആരംഭിച്ചത്? ആ പദ്ധതി ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ് കോൺഗ്രസ് സർക്കാരുകൾ ചുമ്മാ നമ്മൾ ഏകപക്ഷീയമായി ഞാൻ സംസാരിച്ചപ്പോൾ താങ്കളോട് ഉപചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ താങ്കൾ സമ്മതിച്ചില്ലല്ലോ. ഞാനൊരു ഉപചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ താങ്കൾ സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ താങ്കൾ അത് ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറയട്ടെ, നിലവിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ ഡൽഹിയിൽ 330 കോടി, പഞ്ചാബിൽ 515 കോടി, ബംഗാളിൽ 1000 കോടി, കേരളമടക്കം ഇതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വെച്ചിട്ടല്ല ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഗുണ്ടായിസം കാണിച്ച് മുൾമുനയിൽ നിർത്തിയുമല്ല സ്വീകരിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 14,500 വരുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കാൻ 27,000 കോടി നീക്കി വെച്ച് കൊണ്ടുവരുന്ന ഈ പദ്ധതി കൊണ്ടുവരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഇവർക്ക് നടപ്പിലാക്കാൻ കഴിയും. നവോദയ സ്കൂളുകളിൽ നടപ്പിലാക്കാൻ കഴിയും. പിന്നെ എവിടെയാണ് ഇവർ കൂടുതൽ നടപ്പിലാക്കിയത്? BJP ഭരിക്കുന്ന UPയിൽ 1865 സ്കൂൾ, മഹാരാഷ്ട്രയിൽ 900 സ്കൂള്, ആന്ധ്രയിൽ 900 സ്കൂള്. ഞങ്ങൾ ഭരിക്കുന്നിടത്തല്ല ഇവരൊന്നും നടപ്പിലാക്കിയത്. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്നിടത്തല്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിന് ഒരുമിച്ച് നിന്ന് പോരാട്ടം. നമ്മൾ എത്രയോ വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടുണ്ട്. എത്രയോ വിഷയങ്ങളിൽ നിയമസഭ ഐകകണ്ഠേന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ മുൾമുനയിൽ നിർത്തി നമുക്ക് കിട്ടേണ്ട ധനസഹായം തടഞ്ഞു വെച്ചാണോ ഒരു കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടത്? അങ്ങനെയാണോ നടപ്പിലാക്കേണ്ടത്?
ഇനിയിപ്പോൾ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഇവിടെ CPM പ്രതിനിധി പറഞ്ഞ ഒന്നും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഞാനൊരു ഉദാഹരണം അതിന് പറയാം. ഡൽഹിയിൽ ആം ആദ്മി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് എമിനൻസ് സ്കൂളും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് എക്സലൻസ് സ്കൂളുകളും എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. ഈ PMC പദ്ധതിക്ക് സമാനമായ പദ്ധതിയാണ് അവർ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ സമാനമായ പദ്ധതിയുള്ള ഒരു സംസ്ഥാനത്തെ പദ്ധതി എന്താ നടപ്പിലാക്കാൻ ഇവർ സമ്മതിക്കാത്തത്? കേന്ദ്ര സർക്കാരിന് ഒന്നും ഒളിച്ചു കടത്താനില്ലെങ്കിൽ എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമല്ലല്ലോ ഞാൻ പറയുന്നത്. ആം ആദ്മി ഭരിച്ച സംസ്ഥാനത്ത് അവർ കൊണ്ടുവന്ന ഈ PM ശ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട ആ പദ്ധതിക്ക് തത്തുല്യമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമായിരുന്നു ഡൽഹി. ആ പദ്ധതി പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ആ പദ്ധതി പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി മാറണമെന്ന് പറഞ്ഞാൽ ഇവർ തീരുമാനിക്കുന്ന, ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. സവർക്കർ അടക്കമുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി ചിത്രീകരിച്ചുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമടക്കം നീക്കം ചെയ്യുന്ന ചരിത്രപരമായ വസ്തുതകളെ മാറ്റിമറിക്കുന്നൊരു കാര്യം ദേശീയ തലത്തിൽ ഒരു ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരുകൾ മാറ്റി, ഓരോ സ്ഥാപനങ്ങളുടെ പേരുകൾ മാറ്റി, ആ നിലയിൽ ഒരു പുതിയ ചരിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. 1947 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് പഠിച്ചൊരു സമൂഹത്തിൻ്റെ മുന്നിൽ അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു വരുന്ന പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം അവർ മുന്നോട്ട് വയ്ക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തുടനീളം ഇത് ചെറുക്കപ്പെടുന്നത്, ഇതിനെ എതിർക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതിനെതിരായിട്ട്. അവിടെ പൈസ വേണ്ടാഞ്ഞിട്ടാണോ ആ ഗവൺമെന്റ് എതിർക്കുന്നത്? ബംഗാൾ തമിഴ്നാട് നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കുന്നത്? നിങ്ങൾ കർണാടകയെ കുറിച്ച് പറയൂ. നിങ്ങൾ ഭരിക്കുന്ന കർണാടക എന്ന നിലപാടിനെ കുറിച്ച് പറയൂ. ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ആ പാർട്ടി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് തമിഴ്നാട്ടിലെ പാർട്ടി. നിങ്ങൾ തമിഴ്നാടിനെ കുറിച്ചല്ല, നിങ്ങൾ കർണാടകയെ കുറിച്ച് പറയൂ. കർണാടക എന്ന നിങ്ങളുടെ പാർട്ടി ഇല്ലേ? ശരി, ഏതായാലും ഈ NEP നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല ഇന്നത്തെ നമ്മുടെ ചർച്ച. ഈ LDF ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ്. കർണാടകയിൽ ഞങ്ങൾ ഇത് കേൾക്കൂ. ഞാൻ ചെക്കുട്ടി സാറിലേക്ക് ഒന്ന് പോട്ടെ. ചെക്കുട്ടി സാർ, ഈ പ്രശ്നത്തിന് ഇതിപ്പോൾ ഇത് എവിടേക്കാണ് ഈ പ്രശ്നം ചെന്നെത്തുന്നത്? താങ്കൾ എന്താണ് കാണുന്നത്? ഈ പ്രശ്നം എവിടെ ചെന്നെത്താനാണ് സാധ്യത? ഒരു സെക്കൻഡ് ഗോപി ഒരു സെക്കൻഡ്. വളരെ കൃത്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള അതിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു പൊതു ചർച്ചയിലേക്ക് ഇതെത്തും. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. ഞാൻ ചെക്കുട്ടി സാർ ഒന്ന് മുഴുവിപ്പിക്കട്ടെ എന്ന് പറയുന്ന CPM-ന്റെ നാണം കെട്ട രാഷ്ട്രീയമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ചെക്കുട്ടി സാർ. രാജസ്ഥാനും ഭാഗമാണ്. അതെ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ദീർഘമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. 50കൾ മുതലുള്ള വളരെ ശക്തമായ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ചില സമീപനങ്ങളിലേക്ക് ഇപ്പൊ CPM പോവുകയാണ്. അപ്പൊ അത് നമ്മൾ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിൽ അത് കാണുന്നുണ്ട്. BJP-യുമായിട്ട് പലതരത്തിലുള്ള തന്ത്രബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് കാണുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കുന്നതിന് പോലീസ് സഹായം നൽകുന്നത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പലതരത്തിലുള്ള BJP-യുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിനോട് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് യോജിക്കാൻ കഴിയില്ല. CPI പോലുള്ള ഒരു പാർട്ടിക്ക് അവർക്കാണ് ഇതിന് നഷ്ടം മുഴുവൻ വരുന്നത്. CPI പോലുള്ള ഒരു പാർട്ടിക്ക് ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം CPM-ന് കിട്ടുന്ന നേട്ടങ്ങൾ CPM-ന് നഷ്ടമായിട്ട് വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ CPM അടക്കമുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം CPI പോലെയുള്ള പാർട്ടികളുടെ എന്താ പറയുക സ്പേസ് പിടിച്ചെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ശ്രമം ആണ് ഇപ്പം നടക്കുന്നത്. അതിനോടുള്ള ശക്തമായ എതിർപ്പ് ഉയർന്നു വരും എന്നൊക്കെ തർക്കമില്ല. മുമ്പ് RSP പോലുള്ള പാർട്ടികൾ മുന്നണി വിട്ടുപോയത് അതുകൊണ്ടാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ LDF-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു തകർച്ചയുടെ ആരംഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരി, ഏതായാലും CPI ഏത് നിലപാടിലേക്ക് പോകും? എത്ര കടുത്ത നടപടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? അനുനയ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ CPIയെ അനുനയിപ്പിച്ചു നിർത്താനുള്ള CPM-ന്റെ നീക്കങ്ങൾ ഫലം കാണുമോ? ഇതൊക്കെ വരും ദിവസങ്ങളിലാണ് അറിയാൻ കഴിയുക. ഏതായാലും മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെ പങ്കെടുപ്പിക്കാതെ ഇരുത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിക്കാൻ CPI തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിനെ തുടർന്ന് വരുന്ന യോഗങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നായി മാറുന്നതായിരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.